നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച ADGP. ദത്താത്രേയ ഹൊസബലയെ കണ്ടെന്ന് MR അജിത് കുമാർ സമ്മതിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് നൽകി. എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് K മുരളീധരൻ. കൂടിക്കാഴ്ചയ്ക്ക് പൂരം കലക്കലുമായി ബന്ധമെന്നും ആരോപണം. PV അൻവർ MLAയുടെ മൊഴിയെടുക്കും. നടപടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ. മൊഴിയെടുക്കുന്നത് തൃശൂർ DIG. വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ പരാതി നൽകി. ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണം. മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് ആരോപണം ഉന്നയിപ്പിച്ചതെന്ന് പരാതി. പരാതി നൽകിയത് മലപ്പുറം SP-ക്ക്. സിനിമാ നയരൂപീകരണ യോഗം ഇന്ന് കൊച്ചിയിൽ. വിവിധ സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഓയൂർ തട്ടിക്കൊണ്ടുപോകലിൽ തുടരന്വേഷണത്തിന് അപേക്ഷ നൽകി പോലീസ്. നടപടി കുട്ടിയുടെ പിതാവ് ന്യൂസ് 18-ലൂടെ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ. കേസ് കോടതി ഇന്ന് പരിഗണിക്കും. വിശദമായ വാർത്തയിലേക്ക്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ PV അൻവർ MLAയുടെ മൊഴിയെടുക്കും. തൃശൂർ DIG ആണ് മൊഴിയെടുക്കുന്നത്. അതേസമയം വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറം SP-ക്ക് പരാതി നൽകി. മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് സ്ത്രീയെക്കൊണ്ട് വ്യാജ ആരോപണം ഉന്നയിപ്പിച്ചതെന്നും പരാതിയിൽ പറയുന്നു. ഗൂഢാലോചന അന്വേഷിക്കണമെന്നും പരാതിയിലുണ്ട്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു മലപ്പുറത്തു നിന്നും. അനുമോദ്, ഇന്ന് അൻവറിന്റെ മൊഴി എപ്പോഴാണ് രേഖപ്പെടുത്തുക? എന്തൊക്കെയാണ് വിശദാംശം? തൃശൂർ DIG ഇന്ന് രാവിലെ അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ഇന്നലെ വൈകുന്നേരം ലഭ്യമായ വിവരം. അതെവിടെ വെച്ചാണ് എന്ന വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ഗസ്റ്റ് ഹൌസിലോ അല്ലെങ്കിൽ പോലീസിന്റെ മറ്റേതെങ്കിലും ആസ്ഥാനത്തോ ആയിരിക്കാം, അതല്ലെങ്കിൽ അൻവറിന്റെ ഓഫീസിലായിരിക്കാം. ഇത് സംബന്ധിച്ചുള്ളൊരു വ്യക്തമായ വിവരം ലഭ്യമായിട്ടില്ല. ഇന്നലെ മൊഴി നൽകിയതിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് അൻവർ പറഞ്ഞിരുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ തനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അൻവർ അക്കമിട്ട് വിശദീകരിച്ചിരുന്നു. എടവണ്ണ റിദാൻ ബേസിൽ വധം, സ്വർണ്ണക്കടത്ത് കേസ്, അതോടൊപ്പം തന്നെ മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി, ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതികളിൽ മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് പോലീസിനെ ആരോപണത്തിന്റെ നിഴലിലാക്കുന്ന ആ കാര്യങ്ങളിലായിരിക്കും വിശദമായ മൊഴി രേഖപ്പെടുത്തുക. മലപ്പുറം SP അദ്ദേഹം സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നു. ADGP-യുടെ അറിവോടെയാണിത്. മരമുറിക്കും SP-യും ADGP-യും കൈകോർത്തിരുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എടവണ്ണയിലെ റിദാൻ ബേസിൽ വധത്തിൽ പ്രതിയെ ഷാൻ മുഹമ്മദ് ആണെന്ന് പോലീസ് കണ്ടെത്തി പിടികൂടിയിരുന്നു. ഈ കാര്യത്തിൽ ഷാൻ മുഹമ്മദിന് പുറമെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതുപോലെ തന്നെ ഷാൻ മുഹമ്മദിനും കൊല്ലപ്പെട്ട റിദാൻ ബേസിലിന്റെ ഭാര്യയുടെ അഭീത ബന്ധമുണ്ടെന്ന് സമ്മതിക്കുവാൻ വേണ്ടി പോലീസ് വലിയ തോതിൽ ക്രൂരമർദ്ദനം നടത്തി തുടങ്ങിയ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഈ അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ചത്. അതിലൊക്കെ തന്നെ അദ്ദേഹത്തിന് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിലും ഇന്ന് എപ്പോഴായിരിക്കും, ഉച്ചയ്ക്ക് മുമ്പാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എവിടെ വെച്ചാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. നമുക്കറിയാം, അൻവറിന് നിരവധി ഓഫീസുകളുണ്ട്. ഒന്നുകിൽ അൻവറിന്റെ സൗകര്യാർത്ഥം അവിടെ എവിടെയെങ്കിലും ആകാം, അതല്ലെങ്കിൽ ഗസ്റ്റ് ഹൌസിലോ അല്ലെങ്കിൽ പോലീസ് നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും പോലീസിന്റെ ഓഫീസുകളിലോ ആയിരിക്കാം എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അനുമോദ്, PV അൻവറിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം തെളിവുമായാണ് വന്ന മാധ്യമങ്ങളെ കണ്ടിരുന്നത്. അന്ന് ഈ സുജിത് ദാസിനെതിരെയുള്ള ആരോപണം, ADGP-ക്കെതിരെയുള്ള ആരോപണം, അതെല്ലാം ഒരു ഫോണിലെ സംഭാഷണം കേൾപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതും ഇത് പുറത്തുവിട്ടതും. അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഈ അന്വേഷണ സംഘത്തിന് ഇന്ന് മൊഴിയെടുക്കൽ നൽകാൻ സാധ്യതയുണ്ടോ? അശ്വതി, നമ്മൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് PV അൻവർ നൽകിയ പരാതിയുടെ കോപ്പി മാധ്യമങ്ങൾക്കും നൽകിയിരുന്നു. അക്കാര്യത്തിലും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറത്ത് ഒരു തെളിവുകൾ ഉള്ളതായിട്ട് ആ പരാതിയിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല.
അതായത് ഫോൺ സംഭാഷണം അത് പ്രത്യേകിച്ച് മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വെച്ച് അദ്ദേഹം പുറത്തുവിട്ട ഫോൺ സംഭാഷണത്തിലാണ് ഈ സോളാർ കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഉള്ളത്. അത് ആരുടേതാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണത്തിൽ സത്യത്തിൽ സുജിത് ദാസിനെ കുടുക്കിയത് ഈ ഫോൺ സംഭാഷണമാണ്. സുജിത് ദാസ് സർവീസ് ചട്ടലംഘനം നടത്തി, അതേപോലെ തന്നെ ADGPയെയും ഇപ്പോൾ മലപ്പുറം SP-യെയും ഒക്കെ ആക്ഷേപത്തിന്റെ നിഴലിലാക്കി അവരെക്കുറിച്ച് മോശമായി സംസാരിച്ചു. ഒപ്പം ഈ ഒരു പരാതി പിൻവലിക്കുവാൻ വേണ്ടി PV അൻവറിനോട് അപേക്ഷിച്ചു. അതൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ ചേരുന്നതല്ല, അത്തരത്തിൽ ഒരു ജനപ്രതിനിധിക്ക് മുമ്പിൽ അപേക്ഷിക്കുന്നത് ഈ സർവീസിനെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പരാതി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഈ എടവണ്ണ റിദ്വാൻ ബേസിൽ കൊലക്കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടും മറ്റ് ആരോപണങ്ങൾ, പ്രത്യേകിച്ച് SP ഓഫീസിലെ മരം മുറിച്ചു വിറ്റതുമായി സംബന്ധിച്ച് ഈ 3 കാര്യങ്ങളാണ് SP-ക്കെതിരെയുള്ളത്. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ അൻവറിന്റെ പക്കൽ ഉണ്ടോ, അത് കൈമാറുമോ എന്നാണ് അറിയേണ്ടത്. എന്നാൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അൻവർ ആ തെളിവുകൾ പുറത്തുവിട്ടിട്ടില്ല. അൻവർ ഈ കേവലം ഫോൺ സംഭാഷണങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ ഒരു അന്വേഷണം നടക്കുമ്പോൾ അത് തെളിവുകൾ നേരത്തെ പുറത്തു വന്നാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് നമുക്കറിയാം. ആ ഒരു കാരണത്താലാകാം തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം പുറത്തുവിടാത്തത്. എന്താണെങ്കിലും ഈ തെളിവുകളില്ലാതെ ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ മൊഴികളും മാത്രമാണ് അദ്ദേഹത്തിന് നൽകാനുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു അന്വേഷണം അത് ഏത് വഴിക്ക് പോകും എന്നത് നമുക്ക് പറയാനാകില്ല. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ അദ്ദേഹത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞാൽ അത് ഈ ഇപ്പോൾ ആരോപണത്തിന്റെ നിഴലിലുള്ള ഉദ്യോഗസ്ഥരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതായിരിക്കും. അനുമോദ്, ഒരു കാര്യം കൂടി, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടമ്മ രംഗത്തെത്തുകയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നല്ലോ. അതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറം SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നറിയുന്നു. എന്തൊക്കെയാണ് അവരുടെ പരാതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ? ഈ മുട്ടൽ മരമുറി കേസ് ഇപ്പോഴും അന്വേഷിക്കുന്ന താനൂർ DYSP VV ബെന്നിയാണ് മലപ്പുറം SP-ക്ക് പരാതി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. മുട്ടൽ മരമുറി കേസിൽ ആ കേസിലെ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ മരമുറിയിൽ പ്രതികളായ ആളുകൾ ഉടമസ്ഥരായ ചാനൽ ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. ഇത് മരമുറി കേസിനെ അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിക്കുവാനും അന്വേഷണ ഉദ്യോഗസ്ഥനായ തനിക്കെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാനും അത് കേസിനെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഈ ഒരു ചാനലിന്റെ ഭാഗത്തുനിന്നും മരമുറി കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി നടക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ആക്ഷേപം ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിയമപരമായ അന്വേഷണം വേണം. അതേസമയം ഇത് സംബന്ധിച്ച് ഇവർക്കെതിരെ അപകീർത്തി കേസ് നൽകുന്ന കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്, അതിന്റെ വശങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഏറെ വൈകാതെ അത്തരം നടപടികളിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് VV ബെന്നി അറിയിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും ഈ ഒരു ബലാത്സംഗ പരാതി കേസല്ല, പരാതി ആരോപണം അത് എത്രമാത്രം നിലനിൽക്കുന്നതാണ് എന്നത് കണ്ടറിയണം. ഇപ്പോഴും പരാതിക്കാരി മുഖ്യമന്ത്രിക്കും DGP-ക്കും പരാതി നൽകി, ആക്ഷേപക്കാരി പരാതി നൽകി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ തെളിവുകളൊന്നും ഹാജരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ആക്ഷേപം നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല അത്തരത്തിൽ ഒരു അപകീർത്തികരമായ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും ഒക്കെ തകർക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് ഈ ഒരു ബലാത്സംഗം ചെയ്തു എന്ന തരത്തിലുള്ള ഈ ഒരു ആരോപണമുള്ളത്. അപ്പോൾ അതിൽ വിശദമായ അന്വേഷണം വേണം. അതിന് പിന്നിലെ ഗൂഢാലോചന കണ്ടെത്തണം എന്നീ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം VV ബെന്നി മലപ്പുറം SP ശശിധരന് പരാതി നൽകിയിട്ടുള്ളത്. SP സുജിത് ദാസും അതുപോലെ മറ്റ് വിനോദ് വലിയാറ്റൂരും സമാനമായ നടപടികളിൽ നീങ്ങും എന്നാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. ശരി, CV അനുമോദാണ് മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചിരിക്കുകയാണ് ADGP. ദത്താത്രേയ ഹൊസബല്ലയെ കണ്ടു എന്ന് MR അജിത് കുമാർ സമ്മതിച്ചിരിക്കുകയാണ്. സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നാണ് വിശദീകരണം. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ഈ നിലവിലെ സാഹചര്യത്തിൽ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ADGP നടത്തിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം സമ്മതിക്കുന്നത്? ശ്രീ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ച നടന്നത്. ദത്താത്രേയ ഹൊസബല്ലെ ഈ കേരളത്തിലെ പരിപാടിയുമായി എത്തിയപ്പോൾ അജിത് കുമാർ അവിടേക്ക് എത്തുകയും കൂടിക്കാഴ്ച നടത്തുകയുമായിരുന്നു. സ്വകാര്യ വാഹനത്തിലായിരുന്നു യാത്ര.
ADGP ലോ ആൻഡ് ഓർഡർ അദ്ദേഹം അല്ലാതെ ഔദ്യോഗികമായ യാത്രയാണെങ്കിൽ കൃത്യമായും അദ്ദേഹത്തിന്റെ ലോഗ് ബുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റൊരു RSS നേതാവിന്റെ വാഹനത്തിൽ അദ്ദേഹം അവിടെ എത്തി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഇപ്പോൾ ഇത് വലിയ വിവാദമാവുകയാണ്. കാരണം തൃശൂർ പൂരം അലങ്കോലമാക്കിയത് MR അജിത് കുമാറാണെന്ന ഗുരുതരമായ ആരോപണം PV അൻവർ ഉന്നയിച്ചു. മാത്രമല്ല, അൻവറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം VS സുനിൽകുമാർ തന്നെ ഈ ഒരു കാര്യവുമായി വന്നു. കാരണം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടികളാണ് അന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇവിടെ അങ്കിത് അശോക് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ആ പൂരം അലങ്കോലമാക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടന്നു. അത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയുള്ള നീക്കമായിരുന്നു. BJPക്ക് കേരളത്തിൽ വളർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവം നടത്തിയ നീക്കങ്ങളായിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് നേരെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഉയരുന്നത്. പക്ഷേ PV അൻവർ അത് MR അജിത് കുമാറിലേക്ക് ഒതുക്കുന്നു. അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന്റെ കുന്തമുന ചെന്ന് നിൽക്കുന്നത് ഇത്രയും ദിവസം അല്ലെങ്കിൽ ഈ തോൽവിക്ക് ശേഷം അവിടെ സുരേഷ് ഗോപി വിജയിച്ചതോടുകൂടി പ്രതിപക്ഷം പലപ്പോഴായി ആരോപിക്കുന്നത് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾക്ക് മുൻകൈയെടുത്തു. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടക്കുന്ന അന്വേഷണം, അത് SFIയുടെ അന്വേഷണം എവിടെ എത്തിയെന്ന ചോദ്യം മറ്റ് കേന്ദ്ര ഏജൻസികളുണ്ട്. ഈ ഏജൻസികളുടെ അന്വേഷണം എവിടെ എത്തി? കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? അതേക്കുറിച്ചൊന്നും ഒരു വിവരവും പുറത്തു വരുന്നില്ല എന്ന കാര്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ADGPയുടെ ഈ ഒരു കൂടിക്കാഴ്ച എന്തുകൊണ്ട് ഗൌരവതരമാകുന്നു എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. EP ജയരാജൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസമാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ നടത്തിയത്. പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മകന്റെ കുഞ്ഞിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ജാവദേക്കർ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ആ സമയത്ത് താൻ അവിടെ സ്വീകരിക്കുകയും അപ്പോൾ തന്നെ താൻ പുറത്തേക്ക് പോവുകയും ചെയ്തു. മറ്റ് കൂടിക്കാഴ്ചയോ രാഷ്ട്രീയമായ ചർച്ചകളോ ഉണ്ടായിരുന്നില്ല എന്ന് EP ജയരാജൻ പറഞ്ഞതാണ്. പക്ഷേ EP ജയരാജന്റെ അവസ്ഥ നമ്മളിപ്പോൾ കാണുന്നതാണ്. അദ്ദേഹം ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വരുന്നു. പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിശിതമായ വിമർശനം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. സംസ്ഥാന സമിതി യോഗത്തിൽ പോലും പങ്കെടുക്കാതെ EP ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെയാണ് ADGP MR അജിത് കുമാറിന്റെ ഈ കൂടിക്കാഴ്ചയ്ക്ക് മറ്റ് മാനങ്ങൾ വരുന്നത്. അതിനുശേഷം ഈ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു സ്വഭാവം മാറുന്നതും ആ തരത്തിലേക്ക് ആരോപണം പ്രതിപക്ഷം കൊണ്ടുപോകുന്നതും. ADGP ആകട്ടെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന നിലയ്ക്കാണ്. അശ്വതി, അതാണ് വിനോദ്. മറ്റൊരു കാര്യം, ADGP MR അജിത് കുമാറിന് ഈ സാഹചര്യത്തിൽ ഇത് സമ്മതിച്ചേ മതിയാകൂ എന്നുള്ളത് കൂടിയുണ്ട്. കാരണം ഈ ഹോട്ടലിൽ കണ്ടു എന്ന് പറയുമ്പോൾ, ദത്താത്രേയയെ ഹോട്ടലിൽ കണ്ടു എന്ന് പറയുമ്പോൾ അതിന് തെളിവുകൾ ഉണ്ടാകുമല്ലോ, തീർച്ചയായും തെളിവുകൾ ഉണ്ടാകുമല്ലോ. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി എന്നതുകൊണ്ട് മാത്രം അവിടെ രേഖകളില്ലാതെ പോകുന്നില്ലല്ലോ, അല്ലേ? ശരി, ഞാനിപ്പോൾ വരാം. ഇപ്പോൾ VS സുനിൽകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്, അതിലേക്ക്. മാത്രമല്ല, ഇത് നേരത്തെ ഉന്നയിച്ച നിരവധി പ്രശ്നങ്ങൾ, തൃശ്ശൂർ പൂരം, ഇപ്പോൾ VS സുനിൽകുമാറിനെ നേരിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ച ഒരു വിഷയമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയം. അപ്പോൾ ഇത് എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടാവും? എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഒന്നാമത്തെ കാര്യം, ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യം ഞാനത് കഴിഞ്ഞിട്ട് പറയാം. ഈ ADGP ഇങ്ങനെ സന്ദർശനം നടത്തിയെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിന് സ്ഥിരീകരണം കൊടുത്തു എന്നുള്ളത് നിങ്ങളുടെ വാർത്തയാണ്. അതിൻ്റെ വസ്തുത എന്താണെന്ന് എനിക്കറിയില്ല. വാർത്തയും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വിശദീകരണം കൊടുത്തു എന്ന് ADGP ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല, പരസ്യമായി പറഞ്ഞിട്ടില്ല. ആ വാർത്തയാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ വാർത്ത അനുസരിച്ചാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്, വാർത്തയുടെ അടിസ്ഥാനത്തിൽ. ഇനി വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് വിശദമായിട്ട് അതിൻ്റെ മറുപടി പറയുന്നതാണ് ഉചിതം. അല്ലാതെ കേവലം നമ്മൾ വാർത്ത കേട്ട ഉടനെ തന്നെ ചാടിക്കേറി അതിൽ അഭിപ്രായം പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ശരിയായിരിക്കില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വാർത്തയോടുള്ള പ്രതികരണമാണ്. ഇനി വസ്തുതകളോടുള്ള പ്രതികരണം വസ്തുതകൾ വരുമ്പോൾ പറയും. പിന്നെ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഈ മീഡിയകൾ പറഞ്ഞു വരുന്നത് എന്താ, ഇപ്പോൾ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് പൂരത്തിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ, അപ്പോൾ അതിലെ ഒരു കക്ഷി RSS ആണെന്ന് നിങ്ങളിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS ആണെന്നുള്ളതാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ RSS നേതാക്കന്മാരെ കണ്ടതാണല്ലോ നിങ്ങൾ പറയാറ്. ഈ പൂരം കലക്കാൻ RSS നേതാക്കന്മാരെ പോയി കാണാമെന്ന് പറഞ്ഞാൽ RSS നേതാക്കന്മാർ പൂരം കലക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞെങ്കിൽ അവർ തടയണ്ടേ? പൂരത്തോട് സ്നേഹമുള്ളവരാണെങ്കിൽ പൂരം കലക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൂരം കലക്കിയാൽ
ജയിക്കുമെന്നുള്ള താല്പര്യം ആരുടെ താല്പര്യമാണ്? അത് RSSന്റെ താല്പര്യമാണ്. അപ്പോൾ ഇവിടുത്തെ തൃശ്ശൂർക്കാരായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. പൂരം ആര് കലക്കിയെന്ന് അറിയലാണ് പ്രശ്നം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ്. അപ്പോൾ അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പുറത്തു വരാനാണ് റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ഞാൻ പറയാൻ കാരണം. ഇപ്പം നിങ്ങളൊക്കെ പറയുന്ന അനുസരിച്ച് നിങ്ങളെല്ലാം പറയുന്നത് എന്താണ്? RSSുമായിട്ട് കൂടാലോചന നടത്തി. RSS കൂടാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ RSS ഒരു ഭാഗത്ത് കൂടാലോചനയ്ക്ക് പങ്കാളിയായി നിങ്ങൾ കൺഫേം ചെയ്തിരിക്കല്ലേ? അല്ല, മറുഭാഗം അന്വേഷിക്കട്ടെ. നിങ്ങൾ പറയുന്നല്ലേ ഇത്? അല്ല, മറ്റേ നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പോലീസിനെ പറ്റി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ സംശയമില്ലാത്ത കാര്യമല്ലേ? പിന്നെ നിങ്ങൾ രാഷ്ട്രീയമായ പല കാര്യങ്ങളും പറയാം. അതിനും ഞാൻ മറുപടി പറയാം. ഇപ്പോൾ ഉദ്ദേശിക്കാൻ കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഇപ്പോൾ ഈ വാർത്തയുടെ മാത്രം പശ്ചാത്തലത്തിൽ ഇത് ഗൗരവതരമായ കാര്യമാണെന്നുള്ള പ്രതികരണം മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. മറ്റു രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും എനിക്കിപ്പോൾ നടത്താൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നു. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അൻവർ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പറഞ്ഞു. തൃശ്ശൂർ പൂരം ഉൾപ്പെടെ പറഞ്ഞു. ഇതിലൂടൊന്നും ADGP ഒന്നല്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലീഗൽ നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല. വളരെ നിശബ്ദമായിരിക്കും. മാത്രമല്ല, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ട് ഇദ്ദേഹം അന്ന് 2023 വന്നു എന്നുള്ളത്. അപ്പോൾ ഈ നേരത്തെ പോലീസും RSSും ചേർന്ന് പൂരം തകർത്തു എന്നുള്ളൊരു ആരോപണം അത് ശരിവെക്കുന്നതല്ലേ? അല്ല, നിങ്ങളിപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നു എന്ന് നിങ്ങൾ പറയുന്നതാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടൊന്നും എനിക്കറിയോ? ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്താലല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. സ്ഥിരീകരിക്കാവുന്ന വസ്തുക്കളൊന്നും എൻ്റെ മുമ്പിലില്ല. ഞാനിപ്പോഴും ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലും വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരാളാണ്. രാഷ്ട്രീയമായിട്ടും അതിൻ്റെ മറ്റെല്ലാ അർത്ഥത്തിലും വ്യക്തിപരമായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇതൊരു ജനങ്ങളും നിങ്ങൾ മീഡിയകൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഉദ്യമം ആ വിവരം ജനങ്ങൾ അറിയട്ടെ എന്നുള്ളതാണ്. ഇതിപ്പോൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ആരാണെങ്കിലും ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ വിവരം പുറത്തുവിടണമെന്നും അതെന്താണ് ജനങ്ങൾ അറിയണമെന്ന് ഞാൻ പറയാൻ കാരണം അത് ഗൗരവതരമായ റിപ്പോർട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ റിപ്പോർട്ട് തയ്യാറാക്കിയ ആളാണ് RSS കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ആരോപണം വരുന്നത്. അല്ല, അത് ഞാനതുകൊണ്ട് അതിനെപ്പറ്റി അതിപ്പോൾ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്ക്. ആ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പുറത്തു വരട്ടെ. അപ്പം നമുക്ക് പറയുന്നതാണ് ഉചിതം. ഇവിടുത്തെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഇപ്പോഴും അവർ ഇവിടുത്തെ BJP RSS നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്നത് അത് അലങ്കോലപ്പെടുത്തിയത് VS സുനിൽകുമാറും അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി ചെയ്ത കാര്യം എന്നാണ് പറയുക. ആരുടെ വിജയത്തിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ, ഇത് BJPയുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് പൂരം അലങ്കോലപ്പെടുത്തിയെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ എന്തായാലും ഒരു കക്ഷി നമുക്കിപ്പോൾ വളരെ ക്ലിയറാണ്. രണ്ടാമത്തെ കക്ഷി എന്താണെന്നുള്ള അന്വേഷിച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് പറയാം. നിങ്ങളും അന്വേഷിക്കുക. നിങ്ങൾ വെറുതെ വാർത്തകൾ പറഞ്ഞു എന്നുള്ള പറഞ്ഞാൽ മാത്രം എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. നിങ്ങൾ കൃത്യമായ വസ്തുതകളും അതിൻ്റെ രേഖകളും പുറത്തു വരട്ടെ. ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഊനം തട്ടുന്ന ഒന്നും ഇവിടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് ഇതിൻ്റെ ഒരു പേരിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ 3,37,000 വോട്ട് എനിക്ക് കിട്ടിയത് ഈ തൃശ്ശൂർ ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് CPIയുടെയും CPMൻ്റെയും സാധാരണ പാവപ്പെട്ട സഹാക്കൾ രക്തവും വിയർപ്പും ഒഴുക്കി കിട്ടിയ വോട്ടാണ്. ആ വോട്ടിന് വില മതിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ജനങ്ങൾ എനിക്ക് നൽകിയ വോട്ടാണ്. ഞാൻ തോറ്റോ ജയിച്ചോ എന്നുള്ള വിഷയമല്ല. പക്ഷെ ഇവിടെ ഒരു പരാജയം ഉണ്ടാകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവച്ചിരിക്കുന്നത് തൃശ്ശൂർ പൂരത്തിലുണ്ടായിരിക്കുന്ന അലങ്കോലപ്പെടുത്തലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിലൊരു കക്ഷി ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ കൂടുതൽ തെളിഞ്ഞു വരികയാണ്. മറ്റേ കക്ഷിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. മറ്റേ കക്ഷി ഇതിൽ പങ്കെടുത്ത എല്ലാവരും വരണമല്ലോ. ഇത് ഒരു കക്ഷി മാത്രമല്ല ഇതിനകത്തുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഗുണഭോക്താക്കൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും എന്നെ പോലെയുള്ള ആളുകൾ ഇലക്ഷൻ മത്സരിച്ചൊരു ഞാൻ മത്സരിച്ചൊരു ഇലക്ഷൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് പഴി കേട്ടു. നിങ്ങൾ മീഡിയകൾ അടക്കമുള്ള ആളുകൾ അന്ന് എടുത്ത സമീപനം എന്തായിരുന്നു? ആ തെരഞ്ഞെടുപ്പിലെ പൂരം കലക്കുന്നതിൽ നമ്മളെയൊക്കെ നിഴലിൽ നിർത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ മീഡിയകളടക്കം നടത്തിയിട്ടുണ്ട് അന്ന് കാലത്ത്. ഞാനത് അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കൊരു ആത്മാർത്ഥതയുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതിൽ സത്യം പുറത്തു വരണം എന്നുള്ളതാണ്. രാഷ്ട്രീയത്തെ പറ്റി ഞാനിപ്പോൾ സംസാരിക്കില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ജയ്സൺ, ഞാൻ പറയട്ടെ, ഇനി നിങ്ങൾ എന്നോട് കൂടുതൽ ചോദിക്കണം. അല്ല, ഞാനിപ്പോൾ നിങ്ങൾ എന്നോട് എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ അതിന് രാഷ്ട്രീയമായ ഒരു മറുപടി ഇപ്പോൾ പറയില്ല. ഞാനിപ്പോൾ പറഞ്ഞിടത്തോളം കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ഉചിതമായിരിക്കുന്നത്. ഇല്ല, ഞാൻ ഇന്ന് രാവിലെയും മുഖ്യമന്ത്രി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ എനിക്ക് ഉടനെ തന്നെ അതിന് മറുപടി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു.
3 ദിവസം ചെറിയ വലിയ ദിവസമല്ല. ആ 3 ദിവസം എന്താണെന്ന് അറിയട്ടെ, അറിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. അല്ല, നിങ്ങൾക്കൊരു വിവരാവകാശം വെച്ച് ചോദിക്കാലോ, അപ്പൊ നിങ്ങൾക്ക് കിട്ടില്ല. അല്ല, അതിന് മുമ്പ് ഞാൻ മേടിച്ചു തരാം, നിങ്ങൾ പേടിക്കണ്ട. അത് വരട്ടെ വിവരം. ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നു എന്ന് തന്നെ കരുതുക, വാർത്തകൾ ശരിയാണെങ്കിൽ. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ട് തൃശ്ശൂർ പൂരത്തിന് എന്തുകൊണ്ട് ഒരു ഗൗരവത്തോടുകൂടി സർക്കാർ സമീപിച്ചില്ല? അല്ല, നിങ്ങളൊരു പിന്നെ ഒരു എന്താ പറയാ സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ കർത്തരി കർമ്മണി പ്രയോഗം എന്ന് പറയുന്ന സംസ്കൃതത്തിലെ കർത്തരി കർമ്മണി പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയാൻ പറ്റില്ല, ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലയിൽ. അപ്പോൾ ഒരു കർത്തരി കർമ്മണി പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ എനിക്കതിന് മറുപടി പറയാൻ പറ്റില്ല. എനിക്ക് മറുപടി ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഏതൊക്കെ വിഷയങ്ങൾ എവിടെയൊക്കെ അഭിപ്രായം പറയാം, എവിടെ വരെ അഭിപ്രായം പറയാം എന്നതിനെ പറ്റിയൊക്കെ വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. അപ്പം അതനുസരിച്ചുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വാർത്ത ശരിയാണെങ്കിൽ, വാർത്ത വസ്തുതാപരമാണെങ്കിൽ അത് വളരെ അതീവ ഗൗരവമുള്ള കാര്യമാണെന്ന് ഞാനിപ്പോൾ പറയുന്നു. ഓക്കെ. മുൻമന്ത്രി VS സുനിൽകുമാറിന്റെ പ്രതികരണമാണ് കേട്ടത്. പൂരം കലക്കിയതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണ്, മറ്റേ കക്ഷി ആര് എന്നുള്ളത് ഇനി അറിയേണ്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ താൻ ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. പൂരം കലക്കിയത് ആരാണ് എന്ന ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രസക്തമായത്. അതിന് പോലീസ് അന്ന് സമർപ്പിച്ച റിപ്പോർട്ട് അത് കോടതിയിലെത്തിയിട്ടുണ്ട് എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ട് പൊതുമധ്യത്തിലേക്കും കൂടി വരണം, ജനങ്ങൾക്കറിയണം എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വാർത്ത ശരിയാണെങ്കിൽ, ADGP അജിത് കുമാർ RSS നേതാവിനെ കണ്ടു എന്നുള്ള വാർത്ത അത് ശരിയാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളതാണ് എന്നും മുൻമന്ത്രി VS സുനിൽകുമാർ പറയുന്നു. ഇപ്പോൾ മുരളീധരന്റെ പ്രതികരണം കൂടി നമുക്ക് വരികയാണ്. അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്നാണ് K മുരളീധരൻ പറയുന്നത്. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം പറയുന്നു. പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. അജിത് കുമാറിന്റെ RSS കൂടിക്കാഴ്ചയ്ക്ക് പൂരം കലക്കിയതുമായി ബന്ധമുണ്ട്. ഇതിനായി വളരെ മുൻപ് തന്നെ ഗൂഢാലോചന നടന്നതായും വ്യക്തമായി. അജിത്തിനെ പറഞ്ഞുവിട്ടത് മുഖ്യമന്ത്രിയെന്നും K മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ CPM നടപടിയുണ്ടാകും. ഉടനില്ലെങ്കിലും ശശിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. അൻവറിന്റെ ആരോപണത്തിന്റെ പേരിൽ മാത്രം നടപടി സ്വീകരിക്കാനില്ലെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി പോലീസ് അന്വേഷണത്തിൽ ശശിക്കെതിരെ തെളിവ് ലഭിച്ചാൽ പാർട്ടിയും അന്വേഷിക്കുമെന്ന സൂചനയാണ് നൽകിയത്. ശശിയുടെ പേരുൾപ്പെടുത്തി പരാതി നൽകുമെന്ന് അൻവർ കൂടി പറഞ്ഞതോടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യം കൂടുതൽ പരുങ്ങലിലായി. സ്വതന്ത്ര MLA പരാതി പറഞ്ഞതുകൊണ്ട് മാത്രം സംസ്ഥാന സമിതി അംഗത്തിനെതിരെ നടപടിയെടുക്കില്ല. പക്ഷേ MLAയുടെ പരാതി പൂർണ്ണമായും തള്ളിക്കളയുന്നുമില്ല CPM. അൻവറിന്റെ പരാതി സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുന്നുണ്ട്. ശശിയുടെ ഇടപെടൽ സംബന്ധിച്ച തെളിവുകളും ഈ അന്വേഷണത്തിൽ ലഭിക്കാനിടയുണ്ട്. അങ്ങനെ വന്നാൽ ശശിയുടെ കാര്യം പാർട്ടി വീണ്ടും പരിശോധിക്കും. തെറ്റുബോധ്യപ്പെട്ടാൽ നടപടിയുമുണ്ടാകും. ശശിക്കെതിരെ നടപടിയെടുക്കാൻ വഴി തുറന്നിട്ടാണ് ഇപ്പോൾ നടപടി ആവശ്യമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞുവെച്ചത്. എഴുതി തന്നിട്ടുള്ള പരാതിയിലൊന്നും ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അദ്ദേഹം എഴുതി തന്നിട്ടില്ല. പറയുമ്പോഴും ടിവിയിലൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുകയാണ്. ആ പറഞ്ഞതിന്റെ അകത്ത് ഇന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, ടിവിയിൽ പറയുമ്പോൾ പറയുന്ന രീതിയിൽ വൈകായിട്ട് പറയുകയല്ലാതെ കോൺക്രീറ്റ് ആയിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന രീതിയിലൊന്നും പാർട്ടിയോട് ശശിയെ പറ്റി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശശിയെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ കടക്കേണ്ട കാര്യം അല്ല. അത് വെറുതെ പറഞ്ഞാൽ പോരല്ലോ. അതിലെന്തെങ്കിലും കാര്യം കൃത്യമായിട്ട് പറയട്ടെ. അന്നേരം നോക്കാം. അൻവർ മാത്രമല്ല, അൻവറായാലും അൻവർ അല്ലെങ്കിലും ആരായാലും XOY ആര് പരാതി പാർട്ടിയുടെ കേഡർമാരെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പരാതി ഞങ്ങൾ പരിശോധിക്കുക ചെയ്യും. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. ഒരു മാറ്റവും ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ PV അൻവറും പാർട്ടി സെക്രട്ടറിയിൽ വിശ്വാസം അർപ്പിക്കുന്നു. അല്ല, മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തതിലും B ശശിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി വിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പരാതിയാണ് സെക്രട്ടറി അത് അന്ന് പറഞ്ഞാണല്ലോ. ശശിക്കെതിരെ തിരക്കിട്ട് നടപടിയെടുത്തില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംശയമുനയിൽ നിർത്തുകയാണ് CPM നേതൃത്വം. ശശിയുടെ ഇടപാടുകളിൽ പാർട്ടിക്ക് സംശയങ്ങളുണ്ട്. നടപടികളിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടുമെങ്കിലും പാർട്ടി സമ്മേളനങ്ങളിൽ ശശി വിചാരണ ചെയ്യപ്പെടും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശനം കാത്തിരിക്കുന്ന ശശിയുടെ സാധ്യതകൾക്ക് മുന്നിലും ആരോപണങ്ങൾ ചോദ്യചിഹ്നമാകും. ശശി വിരുദ്ധരുടെ ലക്ഷ്യവും അതുതന്നെ.
ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കൊല്ലം ഓയൂരിൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെ തുടരന്വേഷണത്തിന് അപേക്ഷ നൽകി പോലീസ്. കുട്ടിയുടെ പിതാവ് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ 4 പേർ കുറ്റകൃത്യത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മകൻ ജോനാഥൻ പറഞ്ഞതായി പരാമർശിച്ചിരുന്നു. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, ഇപ്പോൾ ഈ തുടരന്വേഷണത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്? അശ്വതി, അബിഗേൽ സാറ റെജിയുടെ പിതാവ് റെജി ജോൺ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 നൽകിയ വെളിപ്പെടുത്തലിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകൻ ജോനാഥൻ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ സംഭവത്തിൽ ഒരാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പോലീസിനോട് പങ്കുവച്ചിരുന്നുവെന്ന്. പക്ഷേ അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആ ഘട്ടത്തിൽ നടന്നിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ആ അന്വേഷണം നടക്കാതെ പോയത് എന്നതിനെ കുറിച്ച് പൊതുസമൂഹത്തിന് സംശയമുണ്ട് എന്നായിരുന്നു അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയത്. സ്വാഭാവികമായി പിന്നീട് അദ്ദേഹം സമ്മർദ്ദം നേരിട്ടു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അതായത് അത്തരത്തിൽ നമ്മളോട് സംസാരിക്കാനിടയായ സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ച് അന്വേഷണ സംഘം അദ്ദേഹത്തോട് പിന്നീട് വലിയ തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം അത്തരത്തിലൊരു പരാതി ഇല്ല എന്ന തരത്തിലുള്ള നിലപാടിലേക്ക് ഈ പിതാവ് മാറിയിട്ടുമുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണ സംഘമാണ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പുനരന്വേഷണത്തിന് കോടതിയുടെ അനുമതി തേടിക്കൊണ്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി വരുന്ന 10-ാം തീയതിയായിരിക്കും ഈ കേസ് വീണ്ടും പരിഗണിക്കുക. അന്ന് ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന പരാമർശമായിരിക്കും ഇനി ശ്രദ്ധേയമായി മാറാൻ പോകുന്നത്. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മാമി തിരോധാന കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ഡിജിപിക്ക് നിർദ്ദേശം. സിബിഐക്ക് വിടണമെന്ന ശുപാർശയ്ക്ക് പിന്നാലെയാണ് ഡിജിപിയുടെ നടപടി. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഇത് സിബിഐക്ക് വിടണമെന്നുള്ള ശുപാർശ ഡിജിപിക്ക് നൽകിയത്. എന്നാൽ ഇപ്പോൾ ഡിജിപിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് മാമി തിരോധാനത്തിൽ അന്വേഷണം നടത്തണമെന്നാണ്. മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ 2023 ഓഗസ്റ്റിലാണ് കാണാതാകുന്നത്. ഇതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ തിരോധാനത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന് പങ്കുണ്ടെന്ന ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചത്. അതുപോലെ തന്നെ മറ്റ് ചില കൊലപാതകങ്ങളെ കുറിച്ചും PV അൻവർ പറഞ്ഞിരുന്നു. ഇതിലെല്ലാം തന്നെ ADGP MR അജിത് കുമാറിന് ബന്ധമുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായത്. മലപ്പുറം SP ആയിരുന്ന സുജിത്ദാസിനും ഇതേ ബന്ധമുണ്ട്. സുജിത്ദാസും MR അജിത് കുമാറും ചേർന്ന് നടത്തുന്ന കാര്യങ്ങളാണിത്. കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊല പോലും നടത്തുന്നു എന്ന തരത്തിലുള്ള അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളാണ് നേരത്തെ PV അൻവർ ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം മലപ്പുറം SP ശശിധരനാണ് ഇത് സംബന്ധിച്ച ശുപാർശ DGPക്ക് നൽകിയത്. എന്നാലും CBIക്ക് വിടാനുള്ള ശുപാർശ മുന്നിലേക്ക് എത്തുമ്പോൾ അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുകയാണ് DGP. പ്രത്യേക സംഘം രൂപീകരിച്ച് ഈ അന്വേഷണം തുടരാനാണ് DGP ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അശ്വതി, ശരി, മാമി തിരോധാന കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. സിനിമാ നയരൂപീകരണ യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. സിനിമാ മേഖലയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് MLA നേരത്തെ ഒഴിവാക്കിയിരുന്നു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രനാണ് ചേരുന്നത്. ആജ്ഞ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മുകേഷിനെ നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. എപ്പോഴാണ് യോഗം? അശ്വതി, മുകേഷിനെ നേരത്തെ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെ തുടർന്ന് മുകേഷിനെതിരെ ലൈംഗിക അതിക്രമ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇന്ന് ഷാജൻ കരുണാണ് അതിന്റെ സമിതി ചെയർമാൻ. ഷാജൻ കരുണാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംവിധായകൻ ഷാജൻ കരുണിന്റെ അതുപോലെ മിനി IASന്റെയും മിനി ആന്റണി IASന്റെയും നേതൃത്വത്തിലാണ് ഈ യോഗം തുടരുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ 11 മണിയോടുകൂടിയാണ് യോഗം ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. സിനിമ നയരൂപീകരണ സമിതിയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ യോഗമാണ് ഇന്ന് കൊച്ചിയിൽ നടക്കുന്നത്. എന്തായാലും
നേരത്തെ തന്നെ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് തന്നെ നയരൂപീകരണ ചർച്ച കൂടുതൽ ഫാസ്റ്റ് ആവുകയും അതിന്റെ കരട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കോൺക്ലേവിൽ അത് ചർച്ച ചെയ്യുമെന്ന് ഷാജൻ കരുൺ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കുറെ അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് കോൺക്ലേവിൽ സിനിമ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാര്യം കൂടി നേരത്തെ മാധ്യമങ്ങളോട് ഡിസ്കസ് ചെയ്തതാണ്. കാരണം ഇത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം പ്രധാനമായും സ്ത്രീകൾ തന്നെ മുന്നോട്ട് വെച്ച് രണ്ട് ഉപാധികൾ ഇതൊക്കെയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തിന് കർശന നടപടിയെടുക്കുക, അതുപോലെ തന്നെ സിനിമാ സെറ്റുകളിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുന്നുണ്ട്, അതിന് തടയിടാനുള്ള നയങ്ങളും നിയന്ത്രണങ്ങളും നയത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് വനിതാ സിനിമാ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന രണ്ട് ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടത്ര സുരക്ഷ ഒരുക്കുക, അവർക്ക് വേണ്ട വാഷ്റൂം സൗകര്യങ്ങളോ അതല്ലെങ്കിൽ അവരുടെ പ്രാഥമിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, അതും ഇവരുടെ ചേഞ്ചിങ് റൂമുകൾ ഒരുക്കുക, അവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയും പ്രാധാന്യം നൽകണമെന്നൊരു കാര്യം മുഖ്യമന്ത്രി അത് ആ സമയത്ത് സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ്, അതിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് മുതിർന്ന ഒരു നടന് നൽകുന്ന ഇത് ക്രിയേറ്റിവിറ്റിയാണ് ഈ തൊഴിലിന്റെ മാനദണ്ഡം എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ മുതിർന്ന ഒരു നടന് അല്ലെങ്കിൽ നടിക്ക് നൽകുന്ന പ്രതിഫലം തുടക്കക്കാർക്ക് നൽകാൻ അത് ഏകീകരിക്കണമെന്നൊരാവശ്യം, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് നൽകുന്ന സ്കെയിൽ തന്നെ സ്ത്രീകൾക്ക് നൽകണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിന് എത്ര കണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നറിയില്ല എന്നൊരാശങ്കയെ മുഖ്യമന്ത്രി വയ്ക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ അളവുകോൽ അതാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ തീരുമാനം അന്തിമമാകാതെ പോകുന്ന ഒരു സാഹചര്യം മുന്നിലുണ്ട് എന്നൊരാശങ്ക കൂടി മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുകയുണ്ടായി. എന്തായാലും സിനിമയുമായി ബന്ധപ്പെട്ടുള്ള സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്ന തരത്തിലേക്ക് നയരൂപീകരണ ചർച്ച തുടങ്ങാനുള്ള സാഹചര്യമാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും യോഗം ഇന്ന് 11 മണിക്ക് ഷാജൻ കരുണിന്റെയും മിനി ആന്റണി IASന്റെയും നേതൃത്വത്തിൽ ആണ് കൊച്ചിയിൽ നടക്കുക. ആജ്ഞ, ഇത് എപ്പോഴാണ് ഈ യോഗം ചേരുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്? ഇന്നത്തെ അജണ്ട എന്താണ് എന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ്? ഞാൻ സൂചിപ്പിച്ചത് 11 മണിക്കാണ് യോഗം ചേരുക എന്നാണ്. കൊച്ചിയിൽ ഇന്ന് 11 മണിക്കാണ് യോഗം ചേരുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട യോഗമാണ് ഈ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് നയരൂപീകരണ സമിതിയിലുണ്ടായിരുന്ന മുകേഷ് MLA മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിനെതിരെ വന്നുള്ള ലൈംഗിക അതിക്രമ ആരോപണം ഒരു വലിയ പ്രശ്നമാണ്. മാത്രമല്ല അദ്ദേഹം ആ ഒരു കേസിൽ അതിന്റെ നടപടിക്രമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. അതിനുശേഷം ഈ കേസ് അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെ വന്നപ്പോൾ തന്നെ ഈ മുകേഷ് MLA നയരൂപീകരണ സമിതിയിൽ നിന്നും മാറ്റുന്നു എന്നൊരു അറിയിപ്പ് കൂടി ഉണ്ടായിരുന്നു. എന്തായാലും മുകേഷ് MLA മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് നയരൂപീകരണ ചർച്ചകൾ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം വ്യക്തമാണ്. സംവിധായകൻ ഷാജൻ കരുൺ ചെയർമാനായിരിക്കുന്ന സമിതിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മിനി ആന്റണി IASും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, മറ്റ് സമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും യോഗം 11 മണിക്കാണ് ആരംഭിക്കുക. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ സിനിമാ മേഖലയിലെ നേരിടുന്ന പ്രശ്നങ്ങൾ, അത് എസ്പെഷ്യലി തൊഴിൽ പ്രശ്നങ്ങളാകാം, ലൈംഗിക അതിക്രമ പ്രശ്നങ്ങളാകാം, മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ അഡ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് സിനിമാ നയം രൂപീകരിക്കണം എന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടക്കുക. ഇതുമായുള്ള ബന്ധപ്പെട്ട കരട് രേഖ ഈ കോൺക്ലേവിൽ, അതായത് അടുത്തൊരു കോൺക്ലേവ് വിളിക്കുന്നുണ്ട്, കോൺക്ലേവിൽ ഇതുമായി ബന്ധപ്പെട്ട കരട് രേഖ ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. ശരി, ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ദേശീയ വാർത്തകളിലേക്ക് പോകുമ്പോൾ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പരിഗണനാ പദവി പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്രവാദവും വിഘടനവാദവും ഇല്ലാതാക്കുമെന്ന് പറയുന്ന പ്രകടന പത്രികയിൽ 25 വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നും സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നുമുള്ള വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത്. MG മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. മിഥുൻ, എന്തൊക്കെ കാര്യങ്ങളാണ് അമിത്ഷാ പറഞ്ഞത്?
അശ്വതി, ഇനി അങ്ങോട്ടുള്ള കാലം, അതായത് സെപ്റ്റംബർ 18-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത്. 10 വർഷത്തിന് ശേഷം ആണ് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ജമ്മു കാശ്മീർ നീങ്ങുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ തന്നെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ജമ്മു കാശ്മീർ കടക്കുന്നത്. ഏതായാലും മുന്നണികളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ പ്രചരണവുമായി രംഗത്തുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധി 2 ദിവസത്തെ ക്യാമ്പയിൻ അവിടെ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലെ വിവിധ റാലികളിൽ പങ്കെടുത്തുകൊണ്ട്, പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഈ പ്രകടന പത്രിക ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടി ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെച്ചത്. ഇതിൽ 25ഓളം വാഗ്ദാനങ്ങളുണ്ട്. അതിൽ യുവാക്കളുടെ തൊഴിലവസരവുമായി ബന്ധപ്പെട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്, സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വാഗ്ദാനങ്ങളുണ്ട്. അതേസമയം അതിൽ അദ്ദേഹം പ്രധാനമായും എടുത്തു പറഞ്ഞൊരു കാര്യം, ഒരിക്കലും ആർട്ടിക്കിൾ 370 തിരിച്ചു വരില്ല, അത് തിരിച്ചു കൊണ്ടുവരില്ല എന്നുള്ളൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. അത് വീണ്ടും ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുന്നു. തീവ്രതമടക്കമുള്ള കാര്യങ്ങളിൽ അവിടെ നേരത്തെ ജനങ്ങൾ എങ്ങനെയായിരുന്നു കഴിഞ്ഞത്, അതിനേക്കാൾ സുരക്ഷിതരായിട്ടാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പേർ അവിടെ പോൾ ചെയ്യാനെത്തിയതും ചരിത്രത്തിലാദ്യമായി തന്നെ ഏറ്റവും വലിയ പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു വർഷം കൂടിയായിരുന്നു ഈ ഒരു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഇതിനെതിരെ പ്രതിപക്ഷ സഖ്യം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. നാഷണൽ കോൺഫറൻസിന്റെ മുൻ നേതാവും മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഒമർ അബ്ദുള്ള ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. അതായത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരും എന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ മറുചേരിയിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം PDPയുടെ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് വലിയ രീതിയിൽ ഈ ഒരു മേഖലയിൽ പിടിച്ചെടുക്കാം, അതായത് PDPയുമായും ഒപ്പം തന്നെ നാഷണൽ കോൺഫറൻസുമായി സഖ്യം ചേർന്നുകൊണ്ട് തിരികെ, അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ജമ്മു കാശ്മീരിൽ കോൺഗ്രസിനുള്ളത്. അതേസമയം കഴിഞ്ഞ തവണ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 2014 മുമ്പിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകൾ എന്ന് BJPക്ക് സ്വന്തമായിരുന്നു. അതിൽ കൂടുതൽ സീറ്റുകൾ ഇത്തവണ സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ 370 ഒക്കെ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തവണ കൂടുതൽ മേൽക്കൈ നേടാമെന്നുള്ളൊരു സാഹചര്യം ഒരുക്കിയാണ് BJP ഉള്ളത്. അതിൽ പ്രധാനമന്ത്രി വരും ദിവസങ്ങളിൽ അതിൻ്റെ ചാർട്ട് വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ പ്രചാരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തെ സന്ദർശനം ജമ്മു കാശ്മീരിൽ അദ്ദേഹം നടത്തും. 3 പൊതുപരിപാടികളിൽ അദ്ദേഹം റാലികളിലും ഒപ്പം തന്നെ പൊതുപരിപാടികളിലും ഒക്കെ പങ്കെടുക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഒരു ജമ്മു കാശ്മീരിലെ ഒരു സാധ്യത. അതേസമയം നമ്മൾ ഹരിയാനയിലേക്ക് വരുമ്പോൾ, ഹരിയാനയിലും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതായത് BJPയെ സംബന്ധിച്ച് അത്ര സുഖകരമല്ല അവിടുത്തെ സാഹചര്യങ്ങൾ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ JMMന്റെ പിന്തുണ നഷ്ടമായതോടുകൂടി തന്നെ BJP സർക്കാർ അവിടെ താഴെ വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ അടുത്തിരിക്കുന്ന സാഹചര്യം, അതുകൊണ്ട് തന്നെ അന്ന് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല എങ്കിൽ പോലും തന്നെ അത്ര സുഖകരമല്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടായിരുന്നു സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടത്തിയത്. ഒപ്പം തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. പക്ഷേ നിലവിൽ അവിടുത്തെ നിലവിൽ മന്ത്രിമാരെ കൂടിയായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവിടെ നിന്ന് രാജിവെച്ച് പോകേണ്ട ഒരു സാഹചര്യം, അവർക്കൊക്കെ തന്നെ ഇത്തരത്തിൽ സീറ്റ് നിഷേധിക്കുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ പല നേതാക്കളെയും തഴഞ്ഞു എന്നുള്ള ആരോപണമുണ്ട്. അങ്ങനെ നിരവധി പേർ രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു, ഒപ്പം തന്നെ ആം ആദ്മിയിലേക്ക് ചേക്കേറുന്നു. സ്വതന്ത്രരായിട്ട് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഹരിയാനയുടെ കാര്യം പറയുമ്പോൾ വിനേഷ് ഫോഗട്ട് ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരുന്നത്. ഫോഗട്ട് തെരഞ്ഞെടുപ്പ് ഗോതയിൽ എത്രത്തോളം തിളങ്ങുമെന്നുള്ളതും ഉറ്റുനോക്കുകയാണ്. തീർച്ചയായും അശ്വതി, അതായത് നേരത്തെ തന്നെ വലിയ അഭ്യൂഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇത്തവണ കോൺഗ്രസ് അവിടെ നേരിടാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നേരിടാൻ ഒരുങ്ങുകയും ചെയ്തിരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് വിനേഷ് ഫോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ വന്നത്. അത് കഴിഞ്ഞ ദിവസം അത് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ബജ്രംഗ് പുനിയയും ഒപ്പം തന്നെ വിനേഷ് ഫോഗട്ടും ഔദ്യോഗികമായ തരത്തിൽ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ ജുലാനയിൽ മത്സരിക്കാനുള്ള ഒരു നീക്കം, ജുലാനയിൽ വിനേഷ് ഫോഗട്ടിന്റെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി ഇന്നലെ നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കൂടി ഇപ്പോൾ വിനേഷ് ഫോഗട്ട് കടക്കുകയാണ്. ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ആശങ്കകൾ, ഒപ്പം തന്നെ അന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരാൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം വിമർശനങ്ങളും മറുകോണിൽ നിന്ന് വരുന്നുണ്ട്, മറുചേരികളിൽ നിന്ന് വരുന്നുണ്ട്. വിനേഷ് ഫോഗട്ടിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട്
സാക്ഷി മാലിക് ഇതുപോലെ രംഗത്ത് വരികയും ചെയ്തു. അതായത് തനിക്കും ഇത്തരത്തിലുള്ള ഓഫറുകൾ ഉണ്ടായിരുന്നു, ആ ഓഫറുകളൊക്കെ നിരസിച്ചുകൊണ്ടാണ് താൻ ഈ മുന്നേറ്റവുമായി പോയത്. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പോരാടുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു വഴി തെരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു എന്നടക്കമുള്ള വിമർശനമാണ് സാക്ഷി മാലിക് നടത്തിയത്. എന്തായാലും വിനേഷ് ഫോഗട്ടിന്റെ കടന്നുവരവ് അത് കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ് പാളയത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നത്. കാരണം ഒരിക്കൽ കൂടി വീണ്ടും ഭൂപേന്ദ്ര കൂടെയുടെ നേതൃത്വത്തിൽ അവിടെ ആം ആദ്മിയുമായി സഖ്യം രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ്. എന്തായാലും ആം ആദ്മിയുമായി നിലവിൽ യാതൊരുവിധ ചർച്ചകളും രമ്യതയിൽ പോകാൻ സാധിച്ചിട്ടില്ല. അതായത് നിലവിൽ അവർ ചോദിച്ചിട്ടുള്ള സീറ്റ് നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ സഖ്യമില്ലാതെ ആം ആദ്മി പാർട്ടി അവിടെ 50 സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള നിലപാടുകളിൽ കൂടി കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, MG മിഥുനാണ് ദേശീയ വാർത്തകളുടെ സമഗ്ര ചിത്രം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇനി ഓണവിശേഷങ്ങൾ. മഴ ചതിച്ചെങ്കിലും പൂവിപണിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്തെ കർഷകർ. പ്രാദേശികമായുള്ള വിപണന സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തി പ്രതിസന്ധിയെ മറികടക്കാനാണ് ശ്രമം. കോട്ടയം ജില്ലയിൽ മാത്രം 250ഓളം ഏക്കറിലാണ് ഇത്തവണ പൂക്കൃഷി. ഓണം കണക്കാക്കിയുള്ള പൂക്കൃഷിയാണ് തകൃതിയെ നടക്കുന്നത്. ഇത് ഭരണങ്ങാനത്തെ കാഴ്ച. നിതിൻ സി വടക്കനും കുടുംബവും നടത്തിയ ആദ്യ കൃഷി പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഇത് ഇവിടെ വീട്ടിൽ എൻ്റെ മമ്മി എല്ലാ വാർത്താ ചാനലുകളിലെ കൃഷി പ്രോഗ്രാമുകളും ഒക്കെ സസൂക്ഷ്മം കാണാറും അതിനെക്കുറിച്ച് ഞങ്ങൾ വീട്ടിൽ സംസാരിക്കാറുമൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം ഈ സ്ഥലത്ത് മരച്ചീനി കപ്പ നടാനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആലോചിച്ചിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ മമ്മിയുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം, ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പം എല്ലായിടത്തും പൂക്കളൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞ തവണ പലയിടത്തും കുടുംബശ്രീയുടെയൊക്കെ ആഭിമുഖ്യത്തിൽ പൂക്കൾ കൃഷി ചെയ്ത് നല്ല വിപണന സാധ്യതയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അതിനെക്കുറിച്ച് അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അവരുടെ ഭാഗത്തു നിന്നും വളരെ നല്ല സഹകരണം ഉണ്ടായി. പഞ്ചായത്തും കൃഷി വകുപ്പും കാര്യമായി സഹായിച്ചിട്ടുണ്ട് എന്ന് നിതിൻ പറയുന്നു. ഇടയ്ക്ക് മഴ പെയ്തതാണ് പ്രതിസന്ധി. പ്രാദേശികമായി വിപണി കണ്ടെത്തി നഷ്ടം വരാതിരിക്കാനുള്ള ശ്രമത്തിലാണ്. മാതാവ് മേഴ്സിയുടെ താല്പര്യപ്രകാരമാണ് പൂക്കൃഷിയും ഇടവിളയായി കൂർക്ക കൃഷിയും ചെയ്യുന്നത്. ഇത് ചാനലുകളിൽ കൂടെ കണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പൂക്ക കൃഷി ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ അത് ഇതിൻ്റെ കൂടെ പച്ചക്കറിയുണ്ട്. ഇതിൻ്റെ താഴെ വിളയായിട്ട് ഞങ്ങൾ കൂർക്കയും നട്ടിട്ടുണ്ട്. പിന്നെ നേരത്തോട്ടെ കൃഷി ഉള്ള പാരമ്പര്യമാണ്. 250ഓളം ഏക്കർ സ്ഥലത്താണ് കുടുംബശ്രീ അടക്കം ജില്ലയിൽ ഇത്തവണ പൂക്കൃഷി നടത്തിയത്. പൂവിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടി ഉണ്ടാക്കി പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമവും കർഷകർ നടത്തുന്നുണ്ട്. ചിങ്ങത്തിൽ ആദ്യമേ നമുക്ക് തയ്യാറായ പൂക്കൾ ഇറുത്തെടുത്തിട്ട് അത് ഞാൻ ഉണങ്ങിക്കൊണ്ടിരിക്കുക. ഉണങ്ങിയ ശേഷം വേണം ഈ പൊടിക്കാനും മറ്റതിൻ്റെ പ്രോസസ്സിങ്ങിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇത് ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ടും നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊന്നും ഇത് ചെയ്യുന്നില്ലാത്തത് കൊണ്ടും ഇതെങ്ങനെയാണ് എന്ന് ചെയ്ത് തന്നെ അതിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും അതിന് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധികൾ പരിഹരിച്ച് വരും വർഷം കൂടുതൽ ഊർജിതമായി കൃഷിയിൽ തുടരുമെന്ന് ഈ കർഷകർ പറയുന്നു. മഴ ചതിച്ചെങ്കിലും വലിയ ആവേശമാണ് ഇത്തവണ കോട്ടയത്തെ പൂക്കർഷകരിൽ കാണാൻ സാധിച്ചത്. ഇടവേളകളിലൂടെ നഷ്ടമുണ്ടായാൽ തന്നെ അതിന് മറികടക്കാനുള്ള ശ്രമവും ഇവർ നടത്തുകയാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഗണേശോത്സവം നടക്കുന്നത്. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനീഷിന്റെ റിപ്പോർട്ടിലേക്ക്. വിഘ്നങ്ങളകറ്റുന്ന ഗണപതി ഭഗവാൻ ഭൂമിയിലെ ഭക്തർക്ക് ദർശനം നൽകുന്ന ദിവസമാണ് വിനായക ചതുർത്ഥി. സെപ്റ്റംബർ 7 വിനായക ചതുർത്ഥി ദിനം. വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അല്ലേ? വലിയ ആഘോഷങ്ങളല്ലേ? തീർച്ചയായും. എന്തൊക്കെയാണ് ഒരുക്കങ്ങളൊക്കെ?
കഴിഞ്ഞ 3 വർഷമായി ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക എസ് അജിത് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ ചെലവിലാണ് ഈ 3 വർഷം, ഈ കഴിഞ്ഞ 2 വർഷങ്ങളിലും ഈ വർഷവും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പ്രശാന്ത് IAS, കളക്ടർ ബ്രോ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി VK ചന്ദ്രൻ അവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ സിനിമാ താരങ്ങളായ അഭിലാഷ് പിള്ള, SR രമേശ്, മുനിസിപ്പൽ ചെയർമാൻ, ചലച്ചിത്ര താരങ്ങളായ ഭാമ, അതിഥി രവി, ഭാവനന്ദ തുടങ്ങിയ സിനിമാ താരങ്ങളും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രോപദേശക സമിതിയുടെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ആളുകൾ ഇതിൻ്റെ അകത്ത് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. കൊട്ടാരക്കര പടിഞ്ഞാറ്റങ്കര ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ വലം വെച്ച് കൊട്ടാരക്കര പടിഞ്ഞാറ്റങ്കര പ്രദേശങ്ങളിലൂടെ കടന്നു വന്ന് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ആനകളെ ഗണപതിയുടെ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ദേവസ്വം ബോർഡ് ബഹുമാന്യനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് അവർ അതിൻ്റെ ചോറ് നൽകി അതിൻ്റെ ദ്രവ്യം നൽകി അതിന് പ്രസാദകൂട്ട്, ഗജകൂട്ട് നടത്തപ്പെടുകയാണ്. അതിന് ദേവസ്വം ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് അജികുമാർ, G സുന്ദരേശൻ എന്നിവർ അതിൽ പങ്കെടുക്കുന്നു. അത് കഴിഞ്ഞ് മാതൃസമ്മേളനം, അത് കഴിഞ്ഞ് കളഭാഭിഷേകം കഴിഞ്ഞ് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും മുഴുവൻ ഭക്തജനങ്ങൾക്കും വരുന്ന ഒരാൾ പോലും ഭക്ഷണം കഴിക്കാതെ പോകരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ ഇവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദം, അന്നദാനം ഇവിടെ കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് പടിഞ്ഞാറ്റങ്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തന്നെയാണ് ഗജഘോഷയാത്ര ആരംഭിക്കുന്നത്. പടിഞ്ഞാറ്റങ്കര 50-ൽ പരം മേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഗജവീരന്മാരെ പടിഞ്ഞാറ്റങ്കര ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ആനയിച്ച് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ വഴി ശ്രീ മഹാഗണപതി ക്ഷേത്ര കച്ചേരിമുക്ക്, ചന്തമുക്ക്, പുലമൺ ചുറ്റി തിരിച്ച് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ മഹാദീപാരാധന നടക്കുന്ന ഗജഘോഷയാത്ര. അതിനോടനുബന്ധിച്ച് വേറൊരു പ്രത്യേക ചടങ്ങ്, ഈ നാടിന് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു ചടങ്ങാണ് പടിഞ്ഞാറ്റങ്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നാലമ്പലത്തിന് ശിവേലിപ്പാതയിൽ നടപ്പന്തൽ, ഏതാണ്ട് 30 ലക്ഷം രൂപയോളം ചെലവിൽ നിർമ്മിച്ച നടപ്പന്തലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം വൈകിട്ട് 5 മണിക്ക് ഗജഘോഷയാത്ര ആരംഭിക്കുന്ന സമയം തന്നെ നടപ്പന്തലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ G സുന്ദരേശൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. വിപുലമായ ആഘോഷ പരിപാടികളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. S സുനീഷ്, News 18 കൊട്ടാരക്കര. ഗുരുവായൂരിൽ നാളെ കല്യാണങ്ങളുടെ തിരക്കാണ്. 400-ലേറെ കല്യാണമാണ് നാളെ നടക്കുക. രാജു ഗുരുവായൂർ വിവരങ്ങളുമായി ചേരുന്നു. രാജു, 400-ലധികം എന്ന് പറയുമ്പോൾ ഒരു കല്യാണം എത്ര സമയം കൊണ്ട് നടത്തേണ്ടി വരും? എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ അവിടെ? അശ്വതി, നിലവിലുള്ള റെക്കോർഡ് വിവാഹങ്ങൾ 277 ആണ്. എന്നാൽ ഗുരുവായൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി സെപ്റ്റംബർ 8 ഞായറാഴ്ച, അതായത് നാളെ, ഏകദേശം 400ഓളം വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് നഗരത്തിലുണ്ടാവാനുള്ള സാധ്യത, ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ചില നിയന്ത്രണങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട്. ഗുരുവായൂരിലെ ഇന്നർ റിംഗ് റോഡിലും ഔട്ടർ റിംഗ് റോഡിലും ഓട്ടോറിക്ഷ, 2 വീലർ തുടങ്ങി മറ്റു വാഹനങ്ങളൊന്നും തന്നെ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതിനോ സർവീസ് നടത്തുന്നതിനോ അനുവദിക്കില്ല. അരിച്ചെത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. അതുകൂടാതെ അനധികൃതമായി പാർക്ക് ചെയ്ത റിക്കവറി വാഹനങ്ങൾ ഉപയോഗിച്ച് മാറ്റും. അതിനുവേണ്ടി വരുന്ന ചെലവ് വാഹനത്തിന്റെ ഉടമസ്ഥരിൽ നിന്നും തന്നെ ഈടാക്കും. ഇത് കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തില് ചില ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും പുലർച്ചെ 4 മണി മുതൽ വിവാഹങ്ങൾ ആരംഭിക്കും. ഇതിനായി 6 കല്യാണ മണ്ഡപങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മംഗളവാദ്യ സംഘത്തെ ദേവസ്വം തന്നെ ഒരുക്കിയിട്ടുണ്ട്. വരനും വധുവുമായി വിവാഹ സംഘത്തിന് തെക്കേ നടയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലെത്തി വിശ്രമിക്കാം. അവിടുത്തെ കൗണ്ടറിൽ നിന്നും ടോക്കൺ വാങ്ങി ഓരോ പാർട്ടിയുടെയും ഊഴമെത്തുമ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കും. തുടർന്ന് 4 ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേരെ മാത്രമേ കല്യാണ മണ്ഡപത്തിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നിന്ന് വിവാഹത്തിൽ പങ്കെടുക്കാം. വിവാഹശേഷം സംഘം തെക്കേ നടവഴി മടങ്ങിപ്പോകണം. കിഴക്കേ നടവഴി മടങ്ങാൻ അനുവദിക്കില്ല. ഇതാണ് വിവാഹ സംഘങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശം. ഇത് കൂടാതെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് കൊടിമരം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും. ദർശനം കഴിഞ്ഞ ഭക്തർ തെക്കേ നടവഴി മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ. മറ്റു വഴികളിലൂടെ പുറത്തു പോകാൻ അനുവദിക്കില്ല. ദീപസ്തംഭത്തിനടുത്ത് തൊഴാനെത്തുന്നവരെ ക്യൂ കോംപ്ലക്സിലൂടെയായിരിക്കും കടത്തിവിടുക. ഇവർക്ക് കല്യാണ മണ്ഡപത്തിന് സമീപത്തേക്കും കിഴക്കേ നടയിലേക്കും പ്രവേശനം ഉണ്ടാവില്ല. ഇവർ തെക്കേ ഭാഗത്തു കൂടി തിരിച്ചു പോകേണ്ടതാണ്. ശയന പ്രദക്ഷിണം തുടങ്ങി പ്രദക്ഷിണ വഴിപാടുകളൊന്നും തന്നെ നാളെ ഉണ്ടാകില്ല.
സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസിനെയും സെക്യൂരിറ്റി വിഭാഗത്തെയും സ്റ്റുഡൻസ് കേഡറ്റുകളെയും ക്രമീകരിച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഗുരുവായൂരിൽ നാളെ വലിയ ഭക്തജന തിരക്കുണ്ടാവും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ദേവസ്വവും നഗരസഭയും പോലീസും ചേർന്ന് വലിയ ക്രമീകരണങ്ങളാണ് നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അത് മനസ്സിലാക്കി എല്ലാ ഭക്തരും സഹകരിക്കണമെന്നും അധികാരികൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അശ്വതി. ശരി, രാജു ഗുരുവായൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്താരംഭത്തിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സിൽ എൽദോ പോൾ പുതുശ്ശേരി ചേരും. നമസ്കാരം.